അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതകത്തിലെ സർക്കാർ അപ്പീലിൽ ഹൈക്കോടതി വിധി തിങ്കളാഴ്ച. 15 പ്രതികളും തിങ്കളാഴ്ച ഹാജരാകണം. ജാമ്യത്തിലുള്ള 3 പ്രതികളും ജയിലിലുള്ള 12 പ്രതികളെയും ഹാജരാക്കണമെന്നും കോടതി. സംസ്ഥാന സർക്കാരും പ്രതികളും നൽകിയ അപ്പീലിലാണ് വിധി. ഷബ്ന വിവരങ്ങളുമായി ചേരുകയാണ്. ഷബ്ന, കേരളത്തെ ആകെ ഞെട്ടിച്ച അല്ലെങ്കിൽ വലിയ തരത്തിൽ ചർച്ചയായ കേസിലാണിപ്പോൾ വിധി ഉണ്ടാകുന്നത്. ഇതിൽ എന്താണിപ്പോൾ കോടതി പറയുന്നത്? സ്വാതി, 2018 അട്ടപ്പാടിയിൽ ഈ ഭക്ഷണം മോഷ്ടിച്ചു എന്നാരോപിച്ച് ഈ ആദിവാസി യുവാവായ മധുവിനെ ആൾക്കൂട്ടം ചേർന്ന് കൊലപ്പെടുത്തി എന്ന കേസാണ്. ഇതിൽ വിചാരണ കോടതി 13 പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരുന്നു. കേസിൽ ആകെ 16 പ്രതികളായിരുന്നു. 3 പ്രതികളെ കോടതി വെറുതെ വിടുകയും ചെയ്തു. ഈ 13 പ്രതികൾക്ക് ശിക്ഷ വിധിച്ചെങ്കിലും 7 വർഷം മാത്രം തടവായിരുന്നു ശിക്ഷിച്ചത്. ഇവർ നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ഇവർക്കെതിരെ നിലനിൽക്കും എന്ന പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചെങ്കിലും 7 വർഷം മാത്രം ശിക്ഷ വിധിച്ചതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. അതോടൊപ്പം തന്നെ മധുവിൻ്റെ കുടുംബവും ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. വിചാരണ കോടതിയുടെ വിധി കുറഞ്ഞുപോയി എന്ന ആക്ഷേപം കുടുംബം ഉന്നയിക്കുകയും കുടുംബവും അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രതികളാകട്ടെ തങ്ങൾക്ക് ശിക്ഷ വിധിച്ച ഉത്തരവ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് പ്രതികളും അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട്. പ്രതികളുടെ അപ്പീലിൽ പറയുന്നത് അവർ നിരപരാധികളാണ്. മധുവിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ അക്രമത്തിൻ്റെ പേരിലല്ല മധു കൊല്ലപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഈ പ്രതികളും കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഹൈക്കോടതി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാദം, അതായത് 2018 കേസാണ്, 2023 വിചാരണ കോടതി ശിക്ഷ വിധിച്ചതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ അപ്പീലുമായി ബന്ധപ്പെട്ട വിശദമായ വാദങ്ങൾ കേട്ട് ഡിവിഷൻ ബെഞ്ച് ഈ തിങ്കളാഴ്ച വിധി പറയും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച വിധി പറയുമ്പോൾ ഈ പ്രതികളോട് എല്ലാവരോടും നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ജാമ്യത്തിലുള്ള പ്രതികൾ നേരിട്ടെത്തണം, അല്ലാത്തവരെ ജയിലിൽ നിന്ന് എത്തിക്കണം എന്ന നിർദ്ദേശവും ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും തിങ്കളാഴ്ച ചിലപ്പോൾ ഒരുപക്ഷെ കോടതി ഇവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ കുറ്റക്കാരല്ല എന്ന് കണ്ടാൽ വെറുതെ വിടുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. തിങ്കളാഴ്ചയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിധി ഉണ്ടാകുക. ശരി.